ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ക്ലാസ്സൊക്കെ തുറന്നു, സാറ്റർഡേ അടക്കം ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ മക്കളും ബിസിയാണെന്ന് എനിക്കറിയാം. എന്നാലും ഇപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സൊക്കെ വിട്ട് വന്നത് റിലാക്സ് ആയിട്ട് ചില്ല് ചെയ്തിരിക്കുമ്പോഴാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് അറിയാം. അപ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷം നിങ്ങൾക്ക് തരാൻ പറ്റുകയാണെങ്കിൽ ഐ എം വെരി ഹാപ്പി. അപ്പോൾ പാരൻസിനും എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇസയുടെയും റോസുവിൻ്റെയും റൂം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് റൂം ടൂർ വീഡിയോ ചെയ്യണേ. അപ്പോൾ ഇന്ന് മക്കൾ കുറേ വലുതായി, മക്കളുടെ റൂമിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. 5 വർഷം മുൻപ് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവരുടെ റൂം ഇങ്ങനെയല്ലായിരുന്നു. കുറേ ടോയ്സൊക്കെ വെച്ച് ക്യൂട്ടായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ അന്ന് ഒതുക്കി വെച്ചിരുന്നത്. അപ്പോൾ അന്ന് മുതൽക്കേ മക്കൾ ഉണ്ടായ മുതൽക്കേ എനിക്കിങ്ങനെ ഇഷ്ടമാണ് അവർക്ക് വേണ്ടി ഒരു സ്പേസ് വേണമെന്ന്. അപ്പോൾ അവർ കുറച്ച് വലുതായി, മോയ്സയൊക്കെ LKG-യിലായപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു റൂമിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചത്. ഭംഗിയിൽ അറേഞ്ച് ചെയ്യൽ മാത്രമല്ല, അവർക്ക് അവരെടുക്കുന്ന ഐറ്റംസൊക്കെ തിരിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് എങ്ങനെ വെക്കാമെന്നാണ് ഓരോ തവണയും ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു സംതൃപ്തി കിട്ടിയത്. ഓക്കെ, ഇപ്പം നന്നായിട്ടുണ്ട് ഈ പ്രാവശ്യം ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. വെക്കേഷൻ സമയത്തൊക്കെ ഞാൻ മക്കളോട് പറയും, റൂം എങ്ങനെയൊക്കെ കിടന്നോട്ടെ. ഈ റൂം ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ വെക്കേഷൻ സമയത്ത്, ഫുൾ തല കുത്തി മറിഞ്ഞ് കിടക്കുമായിരുന്നു. പക്ഷേ ക്ലാസ് ഉള്ള സമയത്ത് പറ്റാവുന്നതും റൂമിനെ നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മുടെ റൂമിൽ ഞാൻ പഠിക്കാൻ മാത്രമല്ല അവരിരിക്കുക, അവർക്ക് ക്രാഫ്റ്റ് ചെയ്യാനായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി അവരിയ്ക്കുന്ന ഒരു സ്പേസാണ് അവരുടെ റൂം. അപ്പോൾ അതെപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും, നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും. അപ്പോൾ മടിയൊക്കെ മാറ്റി നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ റൂമൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കിയിട്ട് ഇരുന്ന് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫീല് ശരിക്കും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ടിപ്പ് ഞാൻ പറയാം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ക്ലിയർ ചെയ്യുക, പുതപ്പ് മടക്കി വയ്ക്കുക. റൂം ഏറ്റവും ഭംഗിയായിട്ടിരിക്കാനായിട്ട് ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് നമ്മുടെ പുതപ്പ് മടക്കി വയ്ക്കുക, ബെഡ്ഷീറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് റോസുവിന്റെ സ്റ്റഡി സ്പേസ് കാണാം. കാരണം കുഞ്ഞു കുട്ടികളുടെ സ്റ്റഡി ടേബിൾ കാണിച്ചാൽ പിന്നെ അടുത്ത ആളുടെ കാണിക്കണ്ട. അപ്പോൾ ഇത് നോർമൽ ഒരു ടേബിളാണ്. ഇങ്ങനത്തെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു ടേബിളും ചെയറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഹൈറ്റ് വെച്ചു. ആദ്യം കുഞ്ഞൊരു സ്റ്റഡി ടേബിൾ ആയിരുന്നു. പിന്നെ സ്റ്റഡി ടേബിളിൽ എന്തൊക്കെ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് സ്റ്റഡി ടേബിളിൽ ഞാനിവിടെ ഒരു പഴയ ബെഡ്ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വിരിച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഷീറ്റിന് താഴെയുള്ള ഷീറ്റിന് ഒരു കേട് വരില്ല. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ വെള്ളം തട്ടിപ്പോയാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായാലും ഷീറ്റിന് വേറെ കേട് വരില്ല. ഇനി പേനയുടെ മഷിയാവേ സ്കെച്ച് ആയാലൊന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ സ്റ്റഡി ടേബിളും എന്തൊക്കെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ക്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ക്ലോക്ക് വർക്കിംഗ് അല്ല, ബാറ്ററി ഇടണം കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഡെക്കറേഷൻ വെച്ചിരിക്കാൻ കേട്ടോ. അത് അവൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് പഠിച്ച് ബോറടിക്കുമ്പോൾ ഇങ്ങനെ കിളിക്ക് കഴിയുമ്പോൾ ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് വരും. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞ് ബ്ലാക്ക് ബോർഡാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നല്ല കോഡ്സ് എഴുതി വെക്കാം, എന്തെങ്കിലും ഓർമ്മപ്പെടുത്തണമെങ്കിൽ എഴുതി വെക്കാം. കണ്ടില്ലേ ഇങ്ങനത്തെ. ഇത് ഭയങ്കര ചെറുതാട്ടോ, തീരെ കുഞ്ഞ. നമുക്ക് ഒരു സ്ലേറ്റോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോർഡ് ഇത്തിരി കൂടി വലുത് ഇതിന് പകരം യൂസ് ചെയ്യും. നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ അത് ടേബിളും വയ്ക്കാതിരുന്നത് സ്ഥലം കളയേണ്ട വെച്ചിട്ടാണ്. കാരണം ടേബിൾ ചെറുതാണ്, കുറേ സാധനങ്ങൾ വെക്കേണ്ട വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കാം. വൈറ്റ് ബോർഡ് വേറെ ഉണ്ട് കേട്ടോ എഴുതി പഠിക്കാൻ. പിന്നെ ഇതിൽ പെന്നും പെൻസിലും ഐറ്റംസ് ഒക്കെ വെക്കാനുള്ളതാണ്. ഇതിൽ കുറച്ച് ഹൈലൈറ്റേഴ്സ്, അങ്ങനത്തെ സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ. അവൾക്ക് അധികം സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും വെക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട്. ഈ കലണ്ടറിന് പ്രത്യേകത, ഇതിലിങ്ങനെ നമുക്ക് പിക്ചേഴ്സ് ഉണ്ട് ഇവിടെ സൈഡിൽ. ഇവിടെ കലണ്ടർ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വുഡൻ ബ്ലോക്കാണ്. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്യാം. ഇതിൽ വേറെയും ഡേറ്റുകളുടെ കലണ്ടേഴ്സ് ഇതുപോലെ കണ്ടില്ലേ, മാസങ്ങളുടെ ഇങ്ങനെ നമുക്ക് മാറി മാറി വെക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്കിവിടെ വെക്കാം. അപ്പോൾ ഈ കലണ്ടറാണ് ഇതിൻ്റെ ടോപ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കലണ്ടറിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ കുറച്ച് ഇറേസേഴ്സും ഷാർപ്നേഴ്സും അങ്ങനത്തെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഈ കലണ്ടറിൻ്റെ ബാക്കിയുള്ളത് അത്രയധികം ഐറ്റംസ് വെച്ചിട്ടില്ല. പിന്നെ ഈ ഒരു കുഞ്ഞ് ഡിക്ഷണറി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി. വളരെ കുഞ്ഞാണ്, അവളത്ര യൂസ് ചെയ്യാറൊന്നുമില്ല. നമ്മൾ കൈകളുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അവളുടെ സ്റ്റഡി ടേബിൾ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ നമ്മൾ കുറേ പഴയ പേജസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിതിൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ബുക്കാണ്. അപ്പോൾ പഴയ ബുക്കിൻ്റെ കുറച്ച് പേജസൊക്കെ നമ്മൾ പ്രിൻ്റ് അങ്ങനെയൊക്കെയുള്ള പേജസൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബുക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് അവളുടെ സ്റ്റഡി ടേബിളും ഉള്ളത്. അപ്പോൾ ഇവിടെ കേട്ടൻ്റെ അവിടെ നമുക്ക് ഇവിടെ കേട്ടൻ ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു പേപ്പർ കണ്ടില്ലേ പിൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നല്ല, നമ്മൾ ഇങ്ങനത്തെ പേപ്പർ ക്ലിപ്പ്, ഇങ്ങനത്തെ മരത്തിൻ്റെ കുഞ്ഞ് ക്ലിപ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എടുത്തിട്ട് ഞാനിപ്പോൾ അവളുടെ റുട്ടീൻ ചാർട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇപ്പോൾ ഇവരുടെ റുട്ടീൻ ചാർട്ട് ഇവർക്ക് ശരിക്കും കാണാതെ തന്നെ ഒരു കാണാണ്ട് തന്നെ അറിയാം. കുറേ നാളായിട്ട് ഈ ഒരു ടൈമിങ്ങിൽ പോകണമുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയൊരു റുട്ടീൻ ചാർട്ട് വെച്ചതാണ്. കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്ചേഴ്സൊക്കെ വരച്ച് കുറച്ച് അട്രാക്റ്റീവായിട്ട് ചെയ്യാം, എന്നാലും അവർക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, മനസ്സിൽ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഇവിടെ ഇപ്പോൾ ചുമരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബോർഡ് വെച്ചിട്ട് പേപ്പറൊക്കെ പിൻ ചെയ്ത് വെക്കുക. വൈറ്റ് ബോർഡ് ഒരെണ്ണം വെക്കുന്നതും നല്ലതാണ്. നമ്മളിവിടെ കേട്ടൺ ആയതുകൊണ്ടാണ് ആ ബോർഡ് വെച്ചാൽ കേട്ടൺ തുറക്കാൻ പറ്റില്ല, ജനല തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബോർഡ് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെൽഫ് നമ്മൾ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഈ റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഈ ഒരു ഷെൽഫ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. നമ്മളിത് ഇതുപോലെ ആക്കിയെടുത്തതാണ് ഈ ഷെൽഫിന്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ ഒരു പ്രയർ ഏരിയ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആയ ഐയും ആറും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവരെ പോലെ തന്നെ ഇരിക്കുന്ന രണ്ട് ക്യൂട്ട് ഫ്ലവർ പോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ ഈ കുഞ്ഞു ഡോൾസ്. നമുക്ക് ശരിക്കുള്ള ചെടികൾ വെക്കാം കേട്ടോ, അത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സാണ് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഷെൽഫിൽ നമ്മൾ വെച്ചിരിക്കുന്നത് അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന നോട്ട് ബുക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോട്ട് ബുക്കുകൾ രണ്ടും വീട്ടിലെഴുതി പഠിക്കുന്ന നോട്ടും സ്കൂളിലേക്കുള്ള നോട്ട്സ് പെൻഡിങ് ആയിട്ടുള്ളത് വെച്ചിരിക്കുന്നത്. അവരുപയോഗിക്കുന്ന ബോക്സ് അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട്, മാറി മാറി കൊണ്ടുപോകും. പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ഫ്രെയിംസും പിക്ചേഴ്സാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവർ ടെക്സ്റ്റ് ബുക്സ് വെക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുണ്ട്. റോസിന് കുറച്ച് എക്സ്ട്രാ സ്പേസ് ഉള്ളതുകൊണ്ട് അവളുടെ ഡ്രോയിങ് ബുക്കും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ സ്റ്റിക്കർ കളക്ഷൻ്റെ ഫയലാണ് അത്. അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കർ കളക്ഷനാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പേപ്പർ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കില്ലേ, അതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഫുള്ള് ഇതിൽ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. കണ്ടോ, ഇത് ഫുള്ളും ഞാനും മക്കളും കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പേപ്പർ സ്റ്റിക്കേഴ്സാണ് ഇതുപോലത്തെ. ഇത് ഭയങ്കര ഈസി ആയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫുൾ പേപ്പർ സ്റ്റിക്കേഴ്സ്. അത് കാണിക്കാൻ പറ്റില്ല കാരണം അത്രയധികം ഓരോന്നും കാണണമെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാനർ ഉണ്ടാക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഫുള്ളും നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈ ഐറ്റംസ് ആണ് കേട്ടോ. അവരുപയോഗിക്കുന്ന കളേഴ്സും സ്കെച്ചും അതൊക്കെ നമ്മൾ ഇതിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ പെൻസിൽ കുറച്ച് മാത്രം, എല്ലാം കൂടെ അവിടെ വെച്ചിട്ടില്ല, കുറച്ച് മാത്രം അവിടെ ബോക്സുകളിലാക്കി വെച്ചിരിക്കുകയാണ്. പഴയ സ്കെച്ച് അങ്ങനത്തെ എല്ലാം ഈ ഒരു ഷെൽഫിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കളറിങ് ഐറ്റംസ് എല്ലാം. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഷെൽഫിൽ അധികം എപ്പോഴും എടുക്കാത്ത ഐറ്റംസ് ആണ്. അതായത് എക്സാമിന് കൊണ്ടുപോകുന്ന റൈറ്റിംഗ് പാഡ്, ഫയലുകൾ അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആണ് ഇവരുടെ ഈ ഒരു ബുക്ക് ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ഈ ബുക്ക് ഷെൽഫിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ കാണുന്ന രീതിയിൽ. ഇനി നമുക്ക് ഇസയുടെ സ്റ്റഡി ടേബിൾ കാണാം. അപ്പോൾ ഇനി ഇസയുടെ സ്റ്റഡി ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ ക്ലോക്ക് ഇവിടെ ഉണ്ട്. ഒരു യൂണിക്കോണിൻ്റെ ക്ലോക്കാണ് വെച്ചിട്ടുള്ളത്. അലാറവും സെറ്റിംഗ് ഒക്കെ ഉള്ള ക്ലോക്കാണ്. ഇവിടെ പെൻ ഹോൾഡർ ഉണ്ട്, പെന്നൊന്നും വെക്കാറില്ല. പിന്നെ ദേ ഇവിടെ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ കുടിക്കുന്നത് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഇവിടെ സ്റ്റഡി ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ സ്റ്റഡി ലാമ്പാണ്. എൻ്റെ സ്റ്റഡി ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല, അപ്പം ഞാനത് അവൾക്ക് കൊടുത്തു സ്റ്റഡി ലാമ്പ്. ഓക്കെ, പിന്നെ ഇതേ നേരത്തെ കാണിച്ച പോലത്തെ തന്നെ കലണ്ടർ ഇവിടെ ഉണ്ട്. ഇതേപോലെ തന്നെ ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇവരുടെ പ്ലാനേഴ്സും അതുപോലെ തന്നെ കലണ്ടേഴ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം. ഈ രണ്ട് പെൻ ഹോൾഡേഴ്സിലാണ്, പ്ലാസ്റ്റിക്കിന്റെ നോർമൽ പെൻ ഹോൾഡേഴ്സ് ആണ്. ഇതിൽ പെന്നും പെൻസിലും സ്കെയിലും അങ്ങനത്തെ, പിന്നെ ഇതിൽ ഹൈലൈറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കുഞ്ഞു ഫാനാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ പഠിക്കാതിരിക്കുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ഫാൻ വേണമെങ്കിൽ മെയിൻ ഫാൻ ഇടണ്ട, ഇത് മതി എന്നുണ്ടെങ്കിൽ ഇതിൽ 3 സെറ്റിങ്സ് വരുന്നുണ്ട്. ഓക്കെ, 3 സ്പീഡിൽ ഇത് കറങ്ങും. റീചാർജബിൾ ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുനടക്കാം. ഇത് ഓൺലൈനിൽ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നിന്ന് അല്ല, പക്ഷെ ഞാൻ ഇതേപോലത്തെ തന്നെ സിമിലർ ഒരു ബ്രാൻഡിന്റെ കൊടുക്കാം. റിവ്യൂസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇതിൽ മുഴുവൻ എന്തേ കുഞ്ഞു ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് മുഴുവനുള്ളത്. അതായത് അവൾ എടുത്തു വെച്ചിരിക്കുന്ന കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. പിന്നെ ഇതിൽ ഗ്ലൂ, സിസേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിലാണ് വെച്ചിരിക്കുന്നത്. സ്റ്റേപ്ലർ അതൊക്കെ ഇതിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും ഫുൾ ക്രാഫ്റ്റിന്റെ ഐറ്റംസ് തന്നെയാണ്. കുഞ്ഞു ഐറ്റംസ് കുറേ അവൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ മുകളിലും ദേ ഇവിടെ ഫെവിക്കോള്, അതുപോലെ തന്നെ ദേ ഫെവിക് സ്റ്റിക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യേണ്ട കുഞ്ഞു ഐറ്റം സ്റ്റോർ ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യമേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. താഴെയായിട്ട് മോൾ ഉപയോഗിക്കുന്ന സ്റ്റഡി പ്ലാനർ അല്ലെങ്കിൽ ഒരു ജേണൽ എന്നൊക്കെ പറയാം. സ്റ്റേ പോസിറ്റീവ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. അവളിതേ പ്ലാനർ വരച്ചത് ഈ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ അവൾ എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഇവിടെ ഇത് ഒരു ദിവസത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഇനി ഇവളിത് കംപ്ലീറ്റ് ചെയ്യും.
അപ്പോൾ ഇത് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇസയുടെ സ്റ്റഡി ടേബിൾമേ. അടുത്തതായിട്ട് ഇത് നമ്മുടെ പുതിയൊരു സെക്ഷനാണ് കേട്ടോ, നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്നില്ല, അതിപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അവർ ഉപയോഗിക്കുന്ന ബോഡി ലോഷനും സൺസ്ക്രീൻ, പിന്നെ വെളിച്ചെണ്ണ, പൗഡർ, അതുപോലെ തന്നെ ഡിയോഡ്രന്റ്. ഇത് ടീനേജേഴ്സിനുള്ളതാണ് കേട്ടോ, കുഞ്ഞു കുട്ടികൾക്കല്ല. അതായത് ഒരു 6th 7th ഒക്കെ കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഡിയോഡ്രന്റ് ആണ്. പിന്നെ അതേ അവർ ഉപയോഗിക്കുന്ന ഹെയർ ടൈ സ്കൂളിലേക്ക് ഉപയോഗിക്കുന്നത് മാത്രം ഇവിടെ വെക്കാറ് സാധാരണ. അപ്പോൾ അവർ പോയിരിക്കുക, അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അത് മാത്രം, റിബണും അതൊക്കെ ഇവിടെയാണ് വെക്കാൻ നമ്മൾ സ്ഥലം വെച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ കളർഫുൾ ഷെൽഫ് നമ്മുടെ കയ്യിൽ മുൻപ് ഉണ്ടായിരുന്നല്ല, നമ്മൾ പുതിയതായിട്ട് ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ആക്സസറീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഷെൽഫിലായിട്ട് എന്താ വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യത്തെ ഷെൽഫിൽ നമ്മൾ മേക്കപ്പ് ഐറ്റംസ്, അതായത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതല്ല, വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ കൺമഷി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, കൺമഷി ഉണ്ട്, ലിപ് ബാം ഉണ്ട്, ചെറിയൊരു പെർഫ്യൂം ഉണ്ട്, നെയിൽ കട്ടർ, അതുപോലെ തന്നെ ഇതുപോലെ നെയിൽ ഫയൽ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഇതാണ് വെച്ചിരിക്കുന്നത്. ലിപ് ബാം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. നെയിൽ പോളിഷ് ഉണ്ട്. പിന്നെ നമ്മുടെ കോമ്പൊക്കെ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് കുറച്ച് മേക്കപ്പ് ബ്രഷാണ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള മേർമെയ്ഡിൻ്റെ. ഇവരിത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു വട്ടം ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്, എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ ഇവർക്ക് വല്ല ഐ ഷാഡോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. അവർ തീരെ ഉപയോഗിച്ചിട്ടില്ല, ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്ത ഷെൽഫ് നോക്കാം. അടുത്ത ഷെൽഫിൽ നമ്മൾ ഇയറിങ്സ് എല്ലാം അവർ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ കുഞ്ഞി സ്റ്റഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം ഞാനൊരു ടെർമോക്കോൾ കൊടുത്തിട്ട് അതെല്ലാം അതുമ്മേ ഫിക്സ് ചെയ്ത് വെപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മാറി മാറി അല്ലെങ്കിൽ ഡ്രസ്സിന് മാച്ച് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉള്ളതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ കമ്മൽ ടെർമോക്കോൾമോ വെച്ചിരിക്കുകയാണ്. ഇതുപോലെ വെറുതെ ഒരു ടെർമോക്കോൾ എടുക്കുന്നത് ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അവർ ഉപയോഗിക്കുന്ന ബോ പോലത്തെ സ്ലൈഡുകൾ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഇതിങ്ങനെ നമ്മളിത് വാങ്ങുമ്പോൾ കിട്ടണത് തന്നെയാണ് ഇങ്ങനത്തെ പേപ്പറിൻ്റെത്, അല്ലെങ്കിൽ പേപ്പർ സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അതുമ്പോൾ ഫിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇത് പണ്ട് മുതലൊക്കെ ഉള്ളൊരു ശീലമാണ് കേട്ടോ, ഇങ്ങനത്തെ പേപ്പറിൻ്റെ സ്ട്രിപ്പുമ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത്. എനിക്ക് ഈ ബോ സ്ലൈഡ് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കും വന്നിട്ട് ഇവർക്ക് ഇങ്ങനെ വാങ്ങും, അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും. കുറേ ഇപ്പോൾ റോസുമാണ് കൂടുതൽ വെക്കുക. ഇസ ഈ വലിയ മോഡലൊക്കെയാണ് വെക്കുക. അപ്പോൾ ഇയറിങ്സ് ഇതെല്ലാം വെക്കണേ. ഇതേപോലത്തെ തന്നെ ഇനി ഹെയർ ബാൻഡ്സ് ഒക്കെ, ഇത് നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വെള്ളത്തിനൊക്കെ മാച്ചിങ് ആയിട്ട് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇയറിങ്സ്. ഇതൊക്കെ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല കുറവുണ്ട് മീഷോയിൽ ജ്വല്ലറിക്ക്, ഇങ്ങനത്തെ ഇതിനൊക്കെ ചെറിയ ചെറിയ ജ്വല്ലറി. ഇതെല്ലാം മാച്ചിങ് ആയിട്ട് പല സെയിം ടൈപ്പ് ഓഫ് ഇയറിങ്സ് 12 പീസിൻ്റെയാണ് കേട്ടോ വരണത്. അതായത് ഹെയർ ബാൻഡ്സ് ഇത് ഇവർക്ക് ഇതുപോലെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് 6 ഉള്ളൂ ആകെ. ഇത് ഇങ്ങനത്തെ ഇവിടെ ഒരു കെട്ടുള്ള മോഡലാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ഞാനിത് മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതൊന്നും അവർ ശരിക്കും ഓർഗനൈസ് ചെയ്യാണ്ട് വെച്ചേക്കണം, ഇതിലൊക്കെ അലങ്കോലാക്കിയിട്ടൊക്കെയാണ്. ഇതൊക്കെ പോണിറ്റെയിൽ കെട്ടുമ്പോൾ വെക്കുന്ന ബോവാണ്. ഇതെല്ലാം ഓരോന്നായിട്ട് വെക്കാനായിട്ട്. ഇത് കുറച്ചും കൂടി ഫാൻസി മോഡൽ ബോവാണ് കേട്ടോ. ഇതിങ്ങനത്തെ കുറച്ചും കൂടി ഫാൻസി മോഡൽ, ഇതും അങ്ങനത്തെ തന്നെ ബോവാണ്. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ കുത്തി പോകാൻ. എനിക്ക് പേളിൻ്റെ മോഡലാണ്, പേളിൻ്റെ ഒരു ഫെദേഴ്സ് പോലത്തെ ഡിസൈനുള്ള മോഡൽ ബോവാണ് കേട്ടോ. അപ്പോൾ ഈ ബോവെല്ലാം ഞാനിതിലാണ് ഓർഗനൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെ ആക്സസറീസ്. ഇവരധികം കമ്മൽ ബാംഗിൾസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ, അവർക്ക് അത്ര ഇഷ്ടമില്ല. ഇനി ഇവിടുത്തെ ഈ ഷെൽഫിൽ അവരുപയോഗിക്കുന്ന ഇതുപോലത്തെ ഹെയർ ബാൻഡ്സ്, ഇതൊക്കെ വീട്ടിൽ അവർ ഡെയിലി ബേസിൽ ഉപയോഗിക്കുന്ന ഹെയർ ബാൻഡ്സ് ആണ് ഇങ്ങനത്തെ. പിന്നെ ഈ റാബിറ്റിന്റെ, പിന്നെ അവരുടെ സൺഗ്ലാസസ് ഇതൊന്നും എടുക്കാറൊന്നുമില്ല. വല്ല വെക്കേഷന് വല്ല ട്രിപ്പ് പോവൊക്കെ ആണെങ്കിൽ മാത്രം എടുക്കുന്നതാണ്. ഇത് എക്സ്ട്രാ വരുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഹെയർ ടൈസ് ഒക്കെ കുറച്ച് എക്സ്ട്രാ ഉള്ളത് വെച്ചിരിക്കുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. താഴ്ഭാഗത്ത് ഞാൻ ബുക്സ് അല്ല കേട്ടോ, ഇതിൽ ഇവരുപയോഗിക്കുന്ന നല്ല സ്റ്റോണുള്ള സ്ലൈഡുകളൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഇപ്പോൾ ജിമിക്കൊക്കെ ഇപ്പോൾ പട്ടുപാവാടയ്ക്കൊക്കെ ഇടാനായിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനത്തെ സ്ലൈഡുകൾ കല്ലിൻ്റെ, ഇത് ഞാൻ അങ്ങനെ ഫംഗ്ഷൻ വരുമ്പോഴും അതിന് മാത്രമേ എടുക്കാറുള്ളൂ, അധികം എടുക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഈ ബോക്സിൽ വെച്ചിരിക്കും. ഇനിയും കുറേ സ്ഥലമുണ്ട് ഇതിൽ ബാക്കി, ശരിക്കും പറഞ്ഞാൽ മുഴുവൻ ഫുള്ളായിട്ടില്ല. പിന്നെ ബാക്കി ഇതിൽ നമ്മൾ ബൈൻഡ് ചെയ്ത ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, ബുക്കുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറേ, ആ പെൻഡിങ് വന്ന ബുക്കൊക്കെ ഇതിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഷെൽഫിൽ വേറെ ഒന്നും വെക്കാനില്ല, അപ്പോൾ അത് മുഴുവൻ ഇതാണ്. അപ്പോൾ നേരത്തെ കാണിച്ച ഷെൽഫുകളുടെ കളറിന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കളേഴ്സ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഷെൽഫിൻ്റെ. പക്ഷേ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി അത്ര പോരാ. ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇതിൽ അത്ര വെക്കാൻ പറ്റില്ല. വളരെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ആണ്. നേരത്തെ കാണിച്ചത് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കാണുന്നത് ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് ആണ്. അതിൻ്റെ അടുത്തുള്ളത് ഡസ്റ്റ്ബിൻ ആണ്. ഹെയർ ആക്സസറീസ് ഓർഗനൈസർ ഉപയോഗിക്കുന്ന ഒരു ഓർഗനൈസർ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന മോഡൽ ഒരു ഓർഗനൈസറാണ്. നമുക്ക് ഹെയർ ടൈസും അതുപോലെ തന്നെ വളകൾ ഓർഗനൈസ് ചെയ്യണത് ശരിക്കും ഇത്. പക്ഷെ ഞാനിത് ഹെയർ ടൈ ഓർഗനൈസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. ഇതെല്ലാ സമയത്തും നമുക്ക് മിസ്സായി പോകുന്ന ഒരു സംഭവമാണ്. കുട്ടികൾ ഇത് പരിയൊക്കെ സൂക്ഷിച്ചത് വയ്ക്കാതെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് ആവശ്യമുള്ള സമയത്ത് ഒരെണ്ണം പോലും മുടി കെട്ടാൻ കിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരോട് പറയും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ടി സ്റ്റാൻഡ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഊരിയെടുത്തത് ഇതെല്ലാം നമ്മൾ കൊണ്ട് തൂക്കിയിടാൻ പറയും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും മിസ്സാവാറില്ല കേട്ടോ. അപ്പം ഞാൻ അതുപോലത്തെ ലോങ് ആയിട്ടുള്ള മോഡല് ഹെയർ ടൈസ് ഇങ്ങനെ ഒരു സെറ്റായിട്ട് ഹാങ് ചെയ്തിടും. അപ്പോൾ നമുക്ക് ഓരോ ഡ്രസ്സിന് മാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇതുപോലെ കുറേ ആക്സസറീസ് ഉണ്ടാവും, ആൺകുട്ടികളുടെ പോലെയല്ല. അപ്പോൾ അതിന്റെ സ്റ്റോറേജും അതുപോലെ തന്നെ അത് മിസ്സാവാനും അതുപോലെ തന്നെ ചാൻസ് ഉണ്ട്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ വളരെ ഇഷ്ടമാട്ടോ. അതുകൊണ്ടാണ് ചില കുട്ടികൾക്ക് ആക്സസറീസ് അധികം ഇഷ്ടമുണ്ടാവില്ല. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന്റെ തൊട്ട് താഴെയുള്ള ഈ ഷെൽഫുകളിലാണ് അവരുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം നമ്മൾ കുറേ നാളായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. 2 മോഡൽ ഷെൽഫ് ഉണ്ട്. ഇത് ഒരെണ്ണം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാ, ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാ. പക്ഷെ ഇതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിന് കുറച്ച് വിലയും കൂടുതലായിരുന്നു, പക്ഷെ ഇതായിരുന്നു എനിക്ക് നന്നായിട്ട് തോന്നിയത്. ഡോറിന്റെ പിന്നിൽ ഇതുപോലൊരു ഹുക്ക് പോലത്തെ ഓർഗനൈസർ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അപ്പൊ ഇതുമ്പോ അത്യാവശ്യം വേണ്ട ഐറ്റംസ് മാത്രം ഹാങ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. പലപ്പോഴും ഇതുമ്പോ കൊണ്ട് നമ്മൾ കിട്ടുന്നതൊക്കെ ഹാങ് ചെയ്യും. അത് അവർക്കും ഉണ്ടാ പരിപാടി. പുറത്തൊക്കെ പോയി വന്ന ഡ്രസ്സ് മുഴുവൻ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഞാൻ വന്നിട്ടാണ് അതെല്ലാം പുറത്തോട്ട് ഇടിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന ബെൽറ്റ് ഇടാനായിട്ടുള്ളതാണ് ഒരു 2 ഹുക്ക്. 2 ID കാർഡ് ഹാങ് ചെയ്യാനായിട്ട്, പിന്നെ 2 ഈ ബാഗ് ഹാങ് ചെയ്യാനായിട്ട് ഈ ഹുക്ക് ഓർഗനൈസർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡോറിന്റെ പിന്നിൽ. അത് മാക്സിമം കുറച്ച് ഐറ്റംസ് തൂക്കുക, അല്ലെങ്കിൽ അത് വളരെ വൃത്തികേടായിട്ട് തോന്നും. റോഡ് ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മുൻപേ റൂമിലുള്ളതാ. അപ്പൊ ഇതുപോലെ ഹാങ്ങേഴ്സ് നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. യൂണിഫോം എല്ലാം അയൺ ചെയ്തിട്ട് എല്ലാം ഇവിടെയാണ് നമ്മൾ ഹാങ് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് സൺഡേ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇടേണ്ട ഉടുപ്പും കൂടി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ദിവസം ഏത് ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കുന്ന കൺഫ്യൂഷൻ ഇല്ല. നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇവിടെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഷെൽഫിൽ ജസ്റ്റ് മടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ആകെ അവർ കാറ്റസിന് പോകുമ്പോൾ മാത്രമേ ഡ്രസ്സ് യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും ഇനി പുറത്തോട്ടൊന്നും പോകല് കുറവായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വന്നത് അറേഞ്ച് ചെയ്യും. കാരണം ഇവരുടെ അറേഞ്ച്മെന്റ് ഒന്നും ചില നേരത്ത് പ്രോപ്പർ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്ന് ഇടയ്ക്കൊന്ന് മടക്കും. എന്നാലും അവർ തന്നെയാണ് ഇത് സ്വന്തമായിട്ട് മടക്കിയൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇവര് പുറത്തോട്ട് പോകുന്ന ജീൻസ് ആൻഡ് ടോപ്പ് എല്ലാം വെച്ചിരിക്കുന്നത്. ഉടുപ്പുകളെല്ലാം തന്നെ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിംഗ്സ് ആണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഷെൽഫിൽ ഞാൻ പുറത്തേക്ക് പോകുന്ന നല്ല ഉടുപ്പുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഒരു ഷെൽഫിലും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ബേസിൽ എപ്പോഴും ഇടുന്ന ടീഷർട്ട്സും ജീൻസാണ് മുകളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഫാൻസി ഉടുപ്പൊക്കെ ഇങ്ങനത്തെ ബാഗുകളിലാക്കി താഴെ ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും ഇതിൽ ഞാൻ പറയുന്നില്ല.